കയ്യിലുള്ള ഒരു തുക ബാങ്കിലിട്ടാൽ കിട്ടുന്നതിനേക്കാൾ ലാഭകരമായി മാസവരുമാനം തരുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിലെ മന്ത്ലി ഇൻകം സ്കീം അഥവാ MIS. നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ചവരാകട്ടെ അല്ലെങ്കിൽ കയ്യിൽ അല്പം പണമുള്ള വീട്ടമ്മമാരാകട്ടെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പദ്ധതിയാണിത്. എന്താണ് ഈ പോസ്റ്റ് ഓഫീസ് MIS എന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയ തുക 5 വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു. അതിന് സർക്കാർ നിശ്ചയിച്ച പലിശ ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. നിലവിൽ 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം 7.4% പലിശ. അതായത് ബാങ്ക് FDകളേക്കാൾ മെച്ചപ്പെട്ട പലിശ ഉറപ്പായും ലഭിക്കും. ആർക്കൊക്കെ ഈ അക്കൗണ്ട് തുടങ്ങാമെന്ന് നോക്കാം. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ 3 പേർ ചേർന്നോ ജോയിന്റ് അക്കൗണ്ടായോ ഇത് ആരംഭിക്കാം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ സ്വന്തം ഒപ്പോടുകൂടി അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി രക്ഷിതാക്കൾക്കും ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. പണം നിക്ഷേപിക്കുന്നതിന് ചില പരിധികളുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് അക്കൗണ്ട് തുടങ്ങുന്നതെങ്കിൽ പരമാവധി 9 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഇനി 2 ആളോ 3 ആളോ ചേർന്നുള്ള ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും. മിനിമം 1500 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഈ പദ്ധതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക മുഴുവനായും തിരികെ ലഭിക്കും. ഈ 5 വർഷവും ഓരോ മാസവും കൃത്യമായി പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 9 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിലവിലെ പലിശ നിരക്ക് അനുസരിച്ച് മാസം 5500 രൂപയോളം നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായി വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഇനി എന്തൊക്കെ രേഖകളാണ് ഇതിനായി വേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ കരുതുക. തിരിച്ചറിയൽ രേഖയെ ആധാർ കാർഡോ വോട്ടർ IDയോ കൊണ്ടുപോകാം. വിലാസം തെളിയിക്കുന്ന രേഖയും പാൻ കാർഡും നിർബന്ധമാണ്. കൂടാതെ പണം നിക്ഷേപിക്കുന്നതിനായി ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് കൂടി നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ അക്കൗണ്ടിലേക്കായിരിക്കും പലിശ തുക ഓരോ മാസവും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് 5 വർഷത്തിന് മുൻപ് പണം പിൻവലിക്കാൻ പറ്റുമോ എന്ന്. 1 വർഷം കഴിയാതെ പണം പിൻവലിക്കാൻ സാധിക്കില്ല. എന്നാൽ 1 വർഷത്തിന് ശേഷം 3 വർഷത്തിനുള്ളിൽ പണം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ 2% പിഴയായി ഈടാക്കും. 3 വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ 1% മാത്രമായിരിക്കും പിഴ. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഇടയ്ക്ക് പണം പിൻവലിക്കാൻ ശ്രമിക്കുക. നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോമിനിയെ വെക്കാൻ മറക്കരുത് എന്നാണ്. അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ആരുടെ പേരാണോ നോമിനിയായി നൽകേണ്ടത് അത് കൃത്യമായി നൽകുക. ഇതിന് ടാക്സ് ഇളവുകൾ ഒന്നുമില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ നിങ്ങളുടെ ആകെ വരുമാനത്തിനൊപ്പം ചേർത്ത് നികുതി നൽകേണ്ടി വരും. പോസ്റ്റ് ഓഫീസ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് നിങ്ങളുടെ പണത്തിന് പൂർണ്ണ സുരക്ഷയുണ്ട്. ബാങ്കുകൾ പരാജയപ്പെട്ടാൽ പോലും 5 ലക്ഷം രൂപ വരെയാണ് സുരക്ഷ ലഭിക്കുന്നത് എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ തുകയ്ക്കും ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്. അതിനാൽ പേടിയില്ലാതെ നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാം. ഈ 2026 പലിശ നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ ഓരോ 3 മാസത്തിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി പലിശ നിരക്ക് ഒരിക്കൽ കൂടി ചോദിച്ച് മനസ്സിലാക്കുക. അപേക്ഷാ ഫോമുകൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. ഓൺലൈൻ വഴിയും ഇപ്പോൾ ഈ സേവനങ്ങൾ ലഭ്യമാണ്. ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ ആധാർ OTPയോ ആർക്കും കൈമാറരുത്. സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ നല്ലൊരു മാസ വരുമാനം ഉണ്ടാക്കാൻ ഈ പദ്ധതി നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.